നമസ്കാരം. നവീൻ ബാബുവിന്റെ മരണത്തിൽ പി ദിവ്യയ്ക്കൊപ്പം പ്രതിസ്ഥാനത്ത് വരേണ്ടിയിരുന്ന ആളാണ് കളക്ടർ അരുൺ കെ വിജയൻ. ദിവ്യയുടെ അധിക പ്രസംഗത്തിന് മൗനാനുവാദം കൊടുത്ത അരുൺ കെ വിജയന്റെ അന്നത്തെ പ്രകടനവും തല കുമ്പിട്ടിരുന്നു കൊണ്ടുള്ള കള്ളച്ചിരിയുമെല്ലാം ദിവ്യയുടെ വാക്കുകളെ പോലെ തന്നെ കാളകൂട വിഷമുള്ളതായിരുന്നു. താൻ അധ്യക്ഷത വഹിക്കുന്ന തികച്ചും ഔദ്യോഗികമായ ഒരു യാത്രയയപ്പ് സ്ഥലത്തേക്ക് ദിവ്യയ്ക്ക് വരാൻ വഴിയൊരുക്കിയതും ദിവ്യയ്ക്കായി കസേരയൊഴിച്ചിട്ടതും ദിവ്യയുടെ എല്ലില്ലാത്ത നാക്കിന്റെ അധികാര തള്ളിച്ചയ്ക്ക് ചുക്കാൻ പിടിച്ചതും കളക്ടർ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നവീന്റെ സംസ്കാര ചടങ്ങിന് വീട്ടിൽ കയറാനുള്ള അനുമതി പോലും കൊടുക്കാതെ നവീന്റെ ഭാര്യ മഞ്ജുഷ കളക്ടറെ നിന്ന നിൽപ്പിൽ ഓടിച്ചത്. യാത്രയയപ്പ് ചടങ്ങിന് ശേഷം നവീൻ ബാബു തന്നെ ചേംബറിൽ വന്ന് കണ്ടിരുന്നുവെന്നും തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞുവെന്നുമായിരുന്നു കണ്ണൂർ കളക്ടർ അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയത്. എന്നാൽ ഇതിനു പിന്നാലെ കളക്ടറുടെ മൊഴി തള്ളിക്കൊണ്ട് നവീൻ ബാബുവിന്റെ ഭാര്യ മുന്നോട്ട് വന്നു. വ്യക്തിപരമായി സംസാരിക്കാൻ തക്ക യാതൊരുവിധ ആത്മബന്ധവും കളക്ടറോട് നവീൻ ബാബുവിന് ഉണ്ടായിരുന്നില്ല എന്നായിരുന്നു മഞ്ജുഷ വ്യക്തമാക്കിയത്. കളക്ടർ പറയുന്നതെല്ലാം തന്നെ നുണയാണ്. കളക്ടറുമായി നവീൻ ബാബുവിന് ആത്മബന്ധം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കളക്ടറോട് നവീൻ ഒന്നും തുറന്നു പറഞ്ഞിരിക്കാനുള്ള സാധ്യതയുമില്ല. അദ്ദേഹത്തിന് കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ പറ്റുന്ന വ്യക്തി ആയിരുന്നില്ല കളക്ടർ. കളക്ടറുടെ വാക്കുകൾ വിശ്വസിക്കുന്നുമില്ല. അദ്ദേഹത്തിന്റെ മൊഴി സംശയകരമാണ് എന്നും മഞ്ജുഷ മാധ്യമങ്ങളോട് പറഞ്ഞു. മാത്രമല്ല, തനിക്ക് യാത്രയയപ്പ് ചടങ്ങ് വേണ്ട എന്ന് പറഞ്ഞിട്ടും നവീൻ ബാബുവിനെ നിർബന്ധിച്ച് അത്തരത്തിലൊരു ചടങ്ങിന് എത്തിച്ചത് കളക്ടറാണ്. അന്നത്തെ യാത്രയയപ്പ് യോഗത്തെക്കുറിച്ച് ദിവ്യയോട് പറഞ്ഞത് കളക്ടറാണ് എന്ന് ദിവ്യയുടെ മൊഴിയിലും വ്യക്തമാണ്. തന്നെ ആ ചടങ്ങിലേക്ക് വിളിച്ചത് കളക്ടറാണ് എന്നായിരുന്നു ദിവ്യയുടെ വാദം. എന്നാൽ ഈ വാദം കളക്ടർ തള്ളിയിരുന്നു. എന്തായാലും കേസിൽ അന്വേഷണം പുരോഗമിക്കുമ്പോൾ പി ദിവ്യയുടെ സ്വകാര്യ മൊബൈൽ ഫോൺ അന്വേഷണ സംഘം പരിശോധിക്കുകയാണ്. ADMന്റെ യാത്രയയപ്പ് യോഗത്തിൽ നടത്തിയ അഴിമതി ആരോപണത്തിന് ശേഷം രാത്രിയിൽ ദിവ്യ ഫോണിൽ ബന്ധപ്പെട്ടവരുടെയും നവീൻ ബാബുവിന്റെ ആത്മഹത്യയ്ക്ക് ശേഷം ദിവ്യ ഫോണിൽ ബന്ധപ്പെട്ടവരുടെയും കോൾ ലിസ്റ്റും പോലീസ് പരിശോധിച്ചു. ചില കോളുകളുടെ വ്യക്തത തേടി സൈബർ ക്രൈം പോലീസിൽ ഫോൺ പരിശോധനയ്ക്കായി അയച്ചിരുന്നു. അതിന്റെ വിശദമായ റിപ്പോർട്ട് തിങ്കളാഴ്ച അന്വേഷണ സംഘത്തിന് കിട്ടി. റിപ്പോർട്ടിലുള്ളവ അടുത്ത ദിവസങ്ങളിൽ പരിശോധിക്കും. നവീൻ ബാബുവിനെതിരായ അഴിമതി ആരോപണം ഉന്നയിച്ച ശേഷം സ്വകാര്യ ചാനലിൽ പ്രചരിച്ച വീഡിയോ ദിവ്യ സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ചിട്ടുണ്ടോ, പങ്കുവച്ച ശേഷം ഒഴിവാക്കിയതാണോ, യാത്രയയപ്പ് യോഗം ചിത്രീകരിക്കാൻ സ്വകാര്യ ചാനൽ പ്രവർത്തകനെ വിളിച്ചു വരുത്തിയതാണോ തുടങ്ങിയ കാര്യങ്ങളുടെയെല്ലാം നിജസ്ഥിതിയും അന്വേഷിക്കേണ്ടതുണ്ട്. പെട്രോൾ പമ്പിന് അപേക്ഷ നൽകിയ പ്രശാന്തനുമായി നിരന്തരം ഫോണിൽ ബന്ധപ്പെട്ടിരുന്നോ എന്ന കാര്യവും തിരിച്ചറിയാനാകുമെന്ന വിശ്വാസത്തിലാണ് അന്വേഷണ സംഘം. നവീൻ ബാബുവിന്റെ മരണത്തെക്കുറിച്ച് വകുപ്പ് തല അന്വേഷണം നടത്തിയ ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ ഗീതയുടെ മൊഴി അടുത്ത ദിവസം പോലീസ് രേഖപ്പെടുത്തും. നവീൻ ബാബുവിന്റെ ഭാര്യയുടെയും ബന്ധുക്കളുടെയും മൊഴി വീണ്ടും രേഖപ്പെടുത്താൻ അന്വേഷണ സംഘം ഈ ആഴ്ച പത്തനംതിട്ടയിലേക്ക് പോകും. പ്രശാന്തനുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകൾ പോലീസ് ശേഖരിച്ചു വരികയാണ്.